ഒരിക്കൽ ഈ ഭൂമിയിലേക്ക് സമീപഗ്രഹത്തിൽ നിന്നും ഒരു സന്ദർശകനെത്തി. സന്ദർശകൻ ഇറങ്ങിയ സ്ഥലത്ത് അയാളെ എതിരേറ്റത് ഒരു വലിയ തത്വചിന്തകനായിരുന്നു. അദ്ദേഹമായിരുന്നു സന്ദർശകന്റെ വഴികാട്ടി. ആദ്യം അവർ ഒരു കാടിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. അപരിചിതൻ വൃക്ഷങ്ങളെ നോക്കി. ഇവരൊക്കെ ആരാണ്? അയാൾ ചോദിച്ചു. ഇവയൊക്കെ സസ്യങ്ങളാണ്, തത്വചിന്തകൻ അറിയിച്ചു. അവയ്ക്ക് ജീവനുണ്ട്, പക്ഷെ തീരെ താല്പര്യം തോന്നിക്കുകയില്ല. അതെനിക്കറിഞ്ഞുകൂടാ, അപരിചിതൻ പറഞ്ഞു. എന്നാൽ അവർക്ക് നല്ല മര്യാദയുണ്ടെന്ന് തോന്നുന്നു. ഇവർ സംസാരിക്കാറേയില്ലേ? അവയ്ക്ക് ആ സിദ്ധിയില്ല, തത്വചിന്തകൻ മറുപടി നൽകി. എന്നിട്ടും അവർ പാടുന്നത് ഞാൻ കേൾക്കുന്നു, മറ്റേയാൾ പറഞ്ഞു. അത് ഇലകളിൽ കാറ്റ് പിടിച്ചതാണ്, തത്വചിന്തകൻ പറഞ്ഞു. കാറ്റിൻ്റെ തത്വം ഞാൻ വിശദീകരിച്ചു തരാം, അത് രസകരമാണ്. വരട്ടെ, അപരിചിതൻ തടഞ്ഞു. അവർ എന്താണ് ചിന്തിക്കുന്നതെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവയ്ക്ക് ചിന്തിക്കാൻ കഴിവില്ല, തത്വചിന്തകൻ പറഞ്ഞു. അതെനിക്കറിഞ്ഞുകൂടാ, അപരിചിതൻ മറുപടി നൽകി. പിന്നെ തൻ്റെ കൈ ഒരു മരത്തിൽ വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, എനിക്ക് ഈ മനുഷ്യരെ ഇഷ്ടമായി. അവർ മനുഷ്യരേ അല്ല, തത്വചിന്തകൻ വാദിച്ചു. എൻ്റെ കൂടെ വരൂ. അതിനുശേഷം അവരെത്തിയത് പശുക്കൾ മേയുന്ന ഒരു പുൽമേട്ടിലായിരുന്നു. ഇത് വൃത്തിയില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരാണ്, അപരിചിതൻ പറഞ്ഞു. ഇവർ മനുഷ്യരേയല്ല, തത്വചിന്തകൻ മറുപടി നൽകി. പിന്നെ അയാൾ ഒരു പശു എന്നാൽ എന്താണെന്ന് തികച്ചും ശാസ്ത്രീയമായി വിശദീകരിച്ചു. അതിപ്പോൾ ഞാൻ മറന്നുപോയിരിക്കുന്നു. അതെല്ലാം എനിക്കൊന്നുപോലെയാണ്, അപരിചിതൻ പറഞ്ഞു. പക്ഷേ ഇവരെന്താണ് മുകളിലേക്ക് നോക്കാത്തത്? അവ പുല്ല് തിന്നുന്നവയാണ്. അധികം പോഷകാംശമില്ലാത്ത പുല്ല് തിന്നു ജീവിക്കുന്നതുകൊണ്ട് അതിൽ മുഴുവൻ ശ്രദ്ധയും നൽകുന്നു. അവയ്ക്ക് ആലോചിക്കാനോ വർത്തമാനം പറയാനോ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനോ സ്വയം വൃത്തിയായി നടക്കാനോ നേരമില്ല. അതും ഒരു ജീവിത രീതി തന്നെയാണ്, സംശയമില്ല, അപരിചിതൻ പറഞ്ഞു. പക്ഷേ പച്ചത്തലയുള്ള മനുഷ്യരെയാണ് എനിക്കിഷ്ടം, അപരിചിതൻ പറഞ്ഞു. പിന്നീട് അവർ ജനസാന്ദ്രമായ നിരത്തുകളുള്ള പട്ടണത്തിലാണ് എത്തിച്ചേർന്നത്. ഈ മനുഷ്യർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, അപരിചിതൻ പറഞ്ഞു. ഇവർ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രത്തിലെ ജനങ്ങളാണ്, തത്വചിന്തകൻ പറഞ്ഞു. സത്യമായുമാണോ? അപരിചിതൻ ചോദിച്ചു. അവരെ കണ്ടാൽ ഒട്ടും അങ്ങനെ തോന്നുകയില്ല,